പറ്റി ഇന്ന് ഫുള്ള് ദേഷ്യത്തിനാണല്ലോ നിൽക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ. നീ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് എന്താ കാര്യം? ഞാനെങ്ങനെ അറിയാനാ? നിങ്ങൾ ഉമ്മക്ക് എന്താ എന്റെ അടുത്ത് എന്തെങ്കിലും ദേഷ്യം വല്ലതും ഉണ്ടോ? എല്ലാ പണിയും ഞാൻ ഒറ്റക്ക് ചെയ്യണം, ഒന്നും സഹായിക്കൂല. തൊട്ടേനും മെഡിസിനൊക്കെ കുറ്റം പറയൂ, വീട്ടിലുള്ള ആൾക്കാരെയും പറയൂ. ഓരിതെന്താ ഒന്നും പഠിപ്പിച്ചിട്ടല്ലേ വിട്ടെന്ന്. പ്രായമായ ആളല്ലേ ഇപ്പ, എന്തിനാ ഇങ്ങനെ അതൊക്കെ ശ്രദ്ധിക്കാൻ നിൽക്കുന്നത്? ഓല അങ്ങനെ പലതും പറയും, അനക്കത് കേട്ടില്ലാന്ന് അടിച്ചാ പോരെ. എത്ര വെച്ചിട്ടാ ആഷിക്ക? കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ സഹിക്കില്ലേ? ഈ ഒരു പ്രായത്തിൽ ഉമ്മന്റെ സ്വഭാവം മാറ്റുന്നതിനെക്കാട്ടും നല്ലേ ഇനി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നല്ലേ. ഉമ്മ എന്നോട് ഇന്ന് വരുന്ന മോശമേ പറഞ്ഞില്ല. മൂത്ത മോനെ കൊണ്ടായിരിക്കും. എന്നോട് നമുക്ക് ഭയങ്കര ഇഷ്ടാ. ഞാൻ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞ നമുക്ക് ഭയങ്കര സങ്കടം. നമ്മളെ കല്യാണത്തിന് ഞങ്ങൾക്ക് അറിയാം, ലവ് മാരേജ് ആയിരുന്നു. വീട്ടുകാർക്കൊന്നും ഒരു താല്പര്യമില്ലായിരുന്നു. ഞാൻ നിർബന്ധിച്ചിട്ട് ഉമ്മ സമ്മതിച്ചു തന്നെ. അതൊക്കെ എനിക്ക് അറിയാം ആഷിക്ക. പക്ഷെ ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് പലതും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കേട്ടില്ലേ, നമ്മൾ വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും മറക്കാൻ പറ്റൂല, എപ്പോഴും മനസ്സിലുണ്ടാവും. ഞാൻ അത്ര വലിയ കാര്യമാക്കണ്ടീപ്പാ. ഇനി എന്തെങ്കിലും ഉമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെവി കൂടെ കിട്ടാ, ചെവി കൂടെ കിട്ടും. ഇനി എനിക്ക് എന്തെങ്കിലും ഉമ്മനോട് ദേഷ്യം തോന്നുകയാണെങ്കിൽ അത് എന്നോട് കാണിച്ചോ, എനിക്കൊരു പ്രശ്നമില്ല. എന്റെ എല്ലാ സങ്കടവും പരിഭവം കേൾക്കാൻ ഞാനില്ലേ ഇവിടെ എന്റെ കൂടെ തന്നെ.